ലക്ഷം രൂപ. നിങ്ങൾക്ക് പ്രൂഫ് വേണമെങ്കിൽ ഞാൻ പ്രൂഫ് തരാം. ഏകദേശം ഒരു 10 ലക്ഷം രൂപ ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്തേന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചുമ്മാ ഇവിടെ ഇരുന്ന് തള്ളി മറക്കണമെന്നല്ല, പ്രൂഫിന് പ്രൂഫ്. കറന്റ് ഇയർ വരെ ഞാനിപ്പോൾ ഈ ഫ്രീലാൻസിങ് ചെയ്യുന്നുണ്ട്. അതിൽ റെഗുലറായിട്ട് ഫോക്കസ് ചെയ്തത് 2018 to 2022 ആണ്. അതിൽ ഞാൻ റീസെൻ്റ്ലി അതിൻ്റെ പേപ്പാളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ അപ്രോക്സിമേറ്റ്ലി 35 lakhs ഞാൻ അതിന് ഏൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഒരു കാര്യം കൂടി പറയാൻ വേണ്ടത്, ഒരു ടിപ്സ് കൂടി ഞാൻ തരാം. ഈ ഫൈവറിൽ ഒരു പ്രൊഫൈല് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലയൻസിനും കിട്ടുന്നില്ല, ഒരു റേറ്റിംഗും കിട്ടുന്നില്ല എന്ന് വയ്ക്കുക. അപ്പോൾ നീ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിടാം, നിങ്ങളൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കിയിടാം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനോട്, അത് UK ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് പീപ്പിൾ പെർ അവർ. ഹായ് ഫ്രണ്ട്സ്, അബീസ് UK പോഡ്കാസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 7ാമത്തെ എപ്പിസോഡാണ് പോഡ്കാസ്റ്റിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വർക്കെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെ നമുക്ക് ഫ്രീലാൻസ് വർക്ക്, അത് UK വേൾഡ് വൈഡ് എവിടെ ഇരുന്നും എങ്ങനെ ചെയ്യാം. ഞങ്ങൾ ഒത്തിരി കാശ് ഉണ്ടാക്കിയ ആളുകളൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ കിട്ടുന്ന കാശിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ടുള്ളവരാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഇൻകവും കാര്യങ്ങളും എല്ലാം പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും 2 സെക്ടറിൽ ഫ്രീലാൻസ് വർക്ക് ചെയ്യണവരാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. തീർച്ചയായിട്ടും കണ്ടോളൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ പേര് നവീൻ. മുമ്പത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ NHS ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഫുൾ ടൈമായിട്ട് പാർട്ട് ടൈമായിട്ട് ഫ്രീലാൻസിങ് വർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് 2 year ആയി. ഫ്രീലാൻസ് ഇപ്പോഴും അതിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട്. ഞാനിപ്പം എൻ്റെ ഇൻട്രോ ആയിട്ട് തന്നെ ഞാൻ പറയുകയാണ്, കാരണം എൻ്റെ വീഡിയോയും എൻ്റെ ചാനലും നിങ്ങൾ കണ്ടുവരുന്നവരായിരിക്കും. ഇന്ന് ഞാൻ ഫ്രീലാൻസിനെ പറ്റി സംസാരിക്കാൻ പോകണം. യൂട്യൂബിൽ നിന്ന് ഞാൻ എത്ര രൂപ ഉണ്ടായി, എങ്ങനെയാണ് ഒരു യൂട്യൂബ് ഒരു ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരേ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിനെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത്. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് IT സെക്ടറിലാണ്. എൻ്റെ ഫ്രീലാൻസിങ് വർക്ക് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ വിശ്വസിക്കില്ലെന്നറിയില്ല, ഞാൻ ഈ ഫ്രീലാൻസിന് മാത്രം ആണ് എൻ്റെ ഇപ്പോൾ താമസിക്കുന്ന വീട് നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ 2018 to 2000 കറന്റ് ഇയർ വരെ ഞാനിപ്പോൾ ഈ ഫ്രീലാൻസിങ് ചെയ്യുന്നുണ്ട്. അതിൽ റെഗുലറായിട്ട് ഫോക്കസ് ചെയ്തത് 2018 to 2022 ആണ്. അതിൽ ഞാൻ റീസെൻ്റ്ലി അതിൻ്റെ പേപ്പാളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ അപ്രോക്സിമേറ്റ്ലി 35 lakhs ഞാൻ അതിന് ഏൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു ജേണിയിലേക്കാണ് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത്. അതെങ്ങനെ നമുക്ക് ഇതിലൊരു സക്സസ് ആവാം എന്ന് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നവീൻ ബ്രോയുടെ കാര്യം പറഞ്ഞു. എൻ്റെ കേസിൽ ഞാനിപ്പോൾ യൂട്യൂബിൽ ഇപ്പം സത്യം പറഞ്ഞാൽ 2 വർഷമായി ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ കഴിഞ്ഞ ഒരു 1.5 വർഷമാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ആ 1.5 വർഷം തന്നെ ഞാൻ ഓൾമോസ്റ്റ് യൂട്യൂബിൽ നിന്ന് ഒരു 5 ലക്ഷവും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് വെച്ചുള്ള ബിസിനസ്സിൽ നിന്ന് ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ. നിങ്ങൾക്ക് പ്രൂഫ് വേണമെങ്കിൽ ഞാൻ പ്രൂഫ് തരാം. ഏകദേശം ഒരു 10 ലക്ഷം രൂപ ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്തേന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചുമ്മാ ഇവിടെ ഇരുന്ന് തള്ളി മറക്കണമെന്നല്ല, പ്രൂഫിന് പ്രൂഫും. എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം ഇന്നേ വരെ ഞാൻ അങ്ങനെ ആരെയും കാണിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇത് കണ്ടെങ്കിലും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഇന്നേ വരെ 4,911 പൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ സ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത മാസത്തെ ഒരു ഏകദേശം ഒരു 250 പൗണ്ട് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അതും ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും ഡിസ്കസ് ചെയ്യാനാണ് ഞാനിന്ന് ഇരിക്കുന്നത്. നവീൻ ബ്രോ തുടങ്ങിക്കോ, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ആക്ച്വലി എൻ്റെ ഒരു സ്റ്റോറി പറയാം. ഞാനിതേമാതിരി നാട്ടിൽ ഒരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അന്ന് സാലറി എന്ന് പറഞ്ഞാൽ 30,000 ഒരു സ്ഥലത്തേക്ക് എത്താത്തൊരു സ്ഥിതി വന്നപ്പോൾ ഒരു 5,000 നമുക്ക് ഉണ്ടാക്കണം. അപ്പം അന്ന് എനിക്കൊരു 6 years എക്സ്പീരിയൻസ് ഉണ്ട് IT-യിൽ. അപ്പം നമുക്ക് ആകെ അറിയേണ്ടത് IT ആണ്. അപ്പോൾ ഈ IT വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ പലരും പല രീതിക്കും ഓൺലൈനിൽ നിന്ന് ഏൺ ചെയ്യാം. ടൈപ്പിംഗ് ജോബ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വാലിഡ് ആയിട്ടുള്ള സംഭവമല്ലേ, എവിടെ ചെന്നാലും അതൊരു സ്കാമിലേക്ക് എത്തിപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. അപ്പം അങ്ങനെ നമ്മൾ കുറേ നാൾ റിസർച്ച് ചെയ്തിട്ട് കിട്ടിയൊരു 2 വെബ്സൈറ്റുകളാണ്. ഒന്ന് ഫൈവർ എന്ന് പറയും. ഫൈവർ എല്ലാവർക്കും ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് അതിലേക്ക് വരുന്നുണ്ട്. ഫൈവർ, പിന്നെ ഒരെണ്ണം വരുന്നത് അപ്വർക്ക്. അപ്പോൾ ഇതിൽ മെയിൻ 2 വെബ്സൈറ്റാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് കുറേ വെബ്സൈറ്റുകളുണ്ട്.
അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയാ ഫൈവർ ആണ്. ഫൈവർ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു ക്ലയന്റിനെ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. അതിലും കൂടുതൽ പേയ്മെന്റ് ആവശ്യമുള്ളവർക്ക് അപ്വർക്ക് ചൂസ് ചെയ്യാം. അപ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്വർക്ക്. പെട്ടെന്ന് നമുക്കൊരു ക്ലയന്റിനെ കിട്ടാൻ എന്താ ഒരുപാട് ഫ്രീലാൻസേഴ്സ് അപ്വർക്കിൽ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യണമുണ്ട്. അപ്പൊ അതിൽ നമ്മളൊരു സമുദ്രത്തിൽ ഇറങ്ങി മീൻ പിടിക്കുന്ന അവസ്ഥയാവും. ഒരെണ്ണം കിട്ടണമെങ്കിൽ ഇച്ചിരി പാടെടുക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യാം ഫൈവർ ആണ്. ഫൈവറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫൈവറിൽ അത്യാവശ്യം ക്ലയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അപ്വർക്കിലേക്ക് നമ്മുടെ പ്രൊഫൈൽ രണ്ടിലും പ്രൊഫൈൽ ഉണ്ടാക്കിയിടുക. രണ്ട് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഫൈവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈവർ എപ്പോഴും ഒരു ഗിഗ് എന്നാണ് അവർ പറയുന്നത്. നമ്മളൊരു ആഡ് നമ്മളെ ഉണ്ടാക്കിയിടാണ്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, അത് ഇത്ര രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ അപ്രോച്ച്. ഇവരിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. എനിക്ക് ഇന്നതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ആക്ച്വലി എൻ്റെ കേസിൽ ഞാൻ പറയാം, ഞാൻ IT സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം. എനിക്ക് എൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ $50 പെർ അവറിന് ഞാൻ പെർ അവർ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കമ്പനിക്ക് നമ്മളെ റിക്രൂട്ട് ചെയ്യാം. പെർ അവർ $50 വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള അത്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് ബേസ് ചെയ്തിട്ട് ഞാൻ 3 ആഡുകളാണ് ക്രിയേറ്റ് ചെയ്തത്. ഒരെണ്ണം പ്രൊജക്ട് ബേസ് ചെയ്തത് $200 തന്നെ റിക്രൂട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കാര്യം IT ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സെർവർ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യണം, അങ്ങനെയൊക്കെ ഇതിന് വേണ്ടിയിട്ട് $200. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ളതും ആ $200 ആയിരുന്നു. എന്നാൽ ഞാൻ പെർ പ്രൊജക്ട് വൈസ് ആൾക്കാർ ഒത്തിരി പേര് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫൈവറിൽ എനിക്ക് എൻ്റെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ $2000 പ്രോഫിറ്റ് അതിൽ കാണിക്കുള്ളൂ. പക്ഷെ ഞാൻ ഔട്ട്കോട്ട് സെറ്റിൽ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഫൈവറിൽ ക്ലയന്റ് വരും, ഞാൻ അവരെ ഇപ്പോൾ വേറെ ഡയറക്റ്റ് കോളിങ് ചെയ്തിട്ട് അതിൽ കൂടെ നമ്മൾ ഡയറക്റ്റ് പ്രോഫിറ്റ് വാങ്ങാം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈവറിന് ഒത്തിരി പൈസ, അതിന്റെ ചെറിയ എമൗണ്ട് അവർക്ക് കമ്മീഷൻ കൊടുക്കണം. പിന്നെ 15 ദിവസമാണ് അതിന്റെ നമുക്ക് ക്യാഷ് വിഡ്രോവൽ വരണേ. അതായത് ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളിപ്പം ഒരു എന്താ പറയണ, ഇപ്പൊ എക്സാമ്പിൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഊബർ ടാക്സി ഓർണത്. ഇപ്പൊ ഊബർ ടാക്സി വിളിച്ച് ഓടുമ്പോൾ ആ ഉടമയ്ക്ക് ഒരു കാശ് പോയിട്ടാണ് ആ ടാക്സി ഓർണ ആൾക്ക്. അതേസമയം നമ്മൾ നേരിട്ട് നമ്മുടെ കസ്റ്റമറിനെ പിടിക്കുകയാണെങ്കിൽ ആ കാശ് 10 കൊണ്ടും നമുക്ക് തന്നെ കിട്ടും. പക്ഷെ അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതവര് സ്ട്രിക്ട്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ മൊബൈൽ നമ്പറോ ഒന്നും ഡയറക്ട്ലി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈവർ ബ്ലോക്ക് ചെയ്യും. ഫൈവറിന്റെ അക്കൗണ്ടിന് റിജക്ഷൻ കിട്ടും. അപ്പൊ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നവര് എല്ലാവരും അതിലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ അതിന് റിവ്യൂ ഈ ക്ലയന്റ് ചെയ്യും. ആ റിവ്യൂക്ക് അനുസരിച്ചാണ്. അപ്പൊ പലരും നമ്മളെ സെർച്ച് ചെയ്യുമ്പോൾ ഈ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് അടുത്ത പ്രൊജക്ട് നമുക്ക് തരാം. അപ്പൊ നമുക്ക് റിവ്യൂ ഉണ്ട്. നമ്മളൊരു 2-3 പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം, ഡെയിലി ഒരു 3-4 ക്ലയൻസ് എങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ഇന്ന ജോബ് ഉണ്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്. ഒരു സമയത്ത് ഞാൻ ഇത് ശല്യമായിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും വർക്ക് വന്നിട്ട് ഒന്നാമത്തെ ദിവസം ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് അല്ല. നമ്മൾ ഒത്തിരി നേരം ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ചെയ്യണം. ഈ IT കേസിൽ എല്ലാം നമ്മൾ അറിഞ്ഞിട്ടൊന്നല്ല നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മളത് നമ്മൾ നമുക്ക് ഓൾറെഡി അതിൻ്റെ ഒരു സെറ്റപ്പ് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും എന്തെങ്കിലും യൂട്യൂബിൽ നോക്കി കണ്ടിട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി പ്രൊജക്റ്റുകളുണ്ട്, ഒക്കെ സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അറിയാം. ഫൈവറിൽ നവീൻ ജോസ് എന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുക്കാം, ഈ 2 വെബ്സൈറ്റിന്. നിങ്ങൾക്ക് ഇപ്പോൾ കയറി നോക്കാനായാലും അബീസ് അത് ചെയ്തോളും. പിന്നെ അപ്വർക്കിൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വ്യത്യാസമുണ്ട്. അത് എങ്ങനെയാണെന്ന് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യണ ഒരു രീതിയാണ്. അതിൽ ഒത്തിരി പ്രൊജക്റ്റുകൾ ഇങ്ങനെ ഇത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളതിൽ നല്ല പ്രൊജക്ട് സബ്മിഷൻ ചെയ്യണം. അതായത് ഞാൻ ഇത്ര രൂപയ്ക്ക് ചെയ്യും, ഇന്ന ഇതുകളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പ്രൊജക്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പം ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ അവരെന്നൊരു ഇതുണ്ടാവുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ കണ്ടിട്ടാണ് വരുന്നത്. അത് നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് നമ്മളെ ക്ലയന്റ് അപ്രോച്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് അപ്വർക്കിൽ നമുക്കൊരു വർക്ക് കിട്ടുന്നത്. രണ്ടിനും പല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ അപ്വർക്കിൽ നിങ്ങൾക്ക് ഇപ്പൊ റെഗുലർ ജോലി ചെയ്യണ മാതിരി അപ്വർക്കിൽ ജോലി ചെയ്യാൻ പറ്റും. ഫൈവറിൽ കൂടുതലും പ്രൊജക്ട് വൈസ് ആണ് ജോബ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഒരു വർക്കിന്റെ ആയിരിക്കും കൂടുതൽ. റെഗുലർ ക്ലയൻസുകൾ കൂടുതലുള്ളത് അപ്വർക്കിലാണ്. ഇതിലെല്ലാം ഷോർട്ട് ടൈം ജോബുകളായിരിക്കും.
ഇപ്പൊ എനിക്കിപ്പോ $200 ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 hourൽ ചിലപ്പോൾ പ്രൊജക്ട് ഫിനിഷ് ചെയ്ത് ആ പൈസ നമുക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അപ്വർക്കിൽ അപ്ലൈ ചെയ്യണവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടിയും സീരിയസ് ആയിട്ട് അതിൻ്റെ പ്രൊഫൈല് ഒക്കെ നല്ല രീതിയിൽ അതിൽ പ്രൊഫൈലിന് ഓരോ പെർസെൻറ്റേജ് ഉണ്ട്. നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കേഷൻ എന്തെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ IT ഫീൽഡിൻ്റെ രീതിക്ക് പറയണേ, ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ ഒരു റൈറ്റർ, കണ്ടന്റ് റൈറ്റേഴ്സ്, ഏത് തരത്തിലുള്ള ജോബുകൾക്കും അതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് ഒരു സ്കില്ലില്ലെങ്കിൽ കൂടി അതൊരു AI ടൂൾ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഇപ്പോഴും ഫൈവറിലും അപ്വർക്കിലും ജോബ് കിട്ടുന്നുണ്ട്. ഈവൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഡാമേജ് ആയിട്ടുള്ള ഒരു പിക്ചർ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് പണ്ട് ഫൈവറിൽ ഭയങ്കര വർക്ക് കിട്ടുന്ന ഒരു ജോബായിരുന്നു. ഇന്നതൊരു AI ടൂളുകൾ ചെയ്യും. ഏത് നമ്മൾ ഈ ഡാമേജ് ആയിട്ടുള്ള പിക്ചർ പണ്ട് നമ്മുടെ അച്ഛന്റെ അമ്മയുടെയൊക്കെ ചില പഴയ ഫോട്ടോകളൊക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് ക്ലിയർ ചെയ്ത് കൊടുക്കണ ഒരു ജോബ് പണ്ട് ഫൈവറിൽ ഇപ്പോഴും ഉണ്ട്. അത് ഫൈവറിൽ ഞാൻ നോക്കിയപ്പോ ഒരു ആൾ അതിൽ നിന്ന് മാത്രം $15,000 ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അത് ചെറിയ എമൗണ്ട്, $5 ഉള്ളു അയാൾക്ക്. അത് ഒരു 4 ഫോട്ടോക്ക് $5 അയാൾ ഇട്ടിട്ടുള്ളത്. അപ്പൊ അത് ഒത്തിരി ഓർഡേഴ്സ് അയാൾക്ക് വന്നുകൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സമയത്ത് അത് ഈസി ആയിട്ട് ഒരു AI ടൂൾസ് ഉണ്ട്, അതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കിട്ടും. AI ടൂൾ വെച്ചിട്ട് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ അതന്നെ കവറപ്പ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് തരും. അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കഴിവില്ലാന്ന് നിങ്ങൾ തോന്നുന്നവർക്ക് ഇതൊരു കഴിവാണ്. ഇത് AI വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഈസി ടിപ്പാണ്. പിന്നെ അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, അത് പെയ്ഡ് ടൂൾസ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഫൈവറിലും ആൾക്കാർ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് അത് വീഡിയോരാണെങ്കിലും ഓഡിയോരാണെങ്കിലും ഇപ്പോഴത്തെ ലെവലിൽ AI ടൂൾസുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ മിക്സ്ഡ് സ്കില്ലുള്ളവർക്കും ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഞാൻ മിനിമം എന്തെങ്കിലും നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ അറിയുന്ന തന്നെ ഒരു സ്കില്ലാണ്. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആക്ച്വലി ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ അറിയാൻ പറ്റും അതിൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റിയിൽ ആൾക്കാർ വർക്ക് ചെയ്യണമെന്നുള്ളത്. ഇപ്പം എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഞാൻ ഒത്തിരി യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പം അതിൻ്റെ ഇടയ്ക്ക് ആഡ് പോലെ ഇങ്ങനെ വരാറുണ്ട്. നിങ്ങൾ ഇന്ന ഓൺലൈനിൽ ഇങ്ങനെ കാശുണ്ടാക്കാം, ഓൺലൈനിൽ ഇത് ചെയ്യാം. അപ്പം ഇത് ഫേക്ക് ആണോ അല്ലയോ? ഇപ്പം സത്യം പറഞ്ഞാൽ എക്സാമിനേഷൻ പേപ്പർ വാല്യുവേഷൻ എന്നൊക്കെ പറഞ്ഞ് ചിലവരിട്ടിട്ട് ഇത് സബ്മിറ്റ് ചെയ്തിട്ട് കാശ് കിട്ടാത്ത കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിലൊരിക്കലും ഇല്ല. ഇതൊരു ജെനുവിൻ വെബ്സൈറ്റുകളാണ്. ഇപ്പൊ UK-ലുള്ള ഒരു വെബ്സൈറ്റ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പീപ്പിൾ പെർ അവർ. അത് UK-ലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. പീപ്പിൾ പെർ അവറിന് അതിലുള്ള ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യും. അത് പല സ്കില്ലുള്ള ആൾക്കാർ, ഇപ്പൊ ടീച്ചിങ് ഉള്ളവരായിരിക്കാം, നിങ്ങളുടെ ഏത് സ്കില്ലും നിങ്ങൾക്ക് ഇടാം. പക്ഷെ ഞാൻ പറയണത് ഇട്ടാ തന്നെ ജോലി കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ടൈം പ്രോസസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഫൈവറിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതിലൊരു ആഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു 4 months വെയിറ്റ് ചെയ്താലാണ് ചിലപ്പോൾ നമുക്കൊരു ക്ലയന്റ് കിട്ടുന്നുണ്ടാവുള്ളൂ. എന്നാൽ ആദ്യത്തെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് ക്ലയന്റ് കിട്ടിയത് ഞാൻ 2018 പ്രൊഫൈൽ തുടങ്ങിയിട്ട് എനിക്ക് ഫസ്റ്റ് 2019 ഞാൻ സീരിയസ് ആയിട്ട് നോക്കണേ. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെന്ന് അറിയുന്നത് ഞാൻ 2019. 2018 ഞാൻ ചിന്തിച്ചു, എന്നിട്ട് ഒരു ക്യാഷ് ഇൻകം ഉണ്ടാക്കണം ഓൺലൈൻ. അപ്പൊ ഞാനൊരു വെബ്സൈറ്റ് ഈ ഫൈവറിൽ രജിസ്റ്റർ ചെയ്തു, എല്ലാവരും ചെയ്യണമായി ഞാൻ ചെയ്തു. പിന്നെ അത് നോക്കാണ്ടായി. 2019 ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അൽഗോരിതം വർക്ക് ചെയ്യണത് നമ്മൾ എത്രത്തോളം നേരം ഇതിൽ ഓൺലൈൻ ആയിട്ട് ഇരിക്കണോ അങ്ങനെയാണ് ആൾക്കാർ ഇതിൽ പിക്ക് ചെയ്യണത്. ഇപ്പൊ ഞാൻ ഒരു ക്ലയന്റ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ക്ലയന്റ് ഫൈവറിൽ വന്നിട്ട് ഞാൻ സെർച്ച് ചെയ്യണത് ഇപ്പൊ ഓൺലൈനായിട്ടിരിക്കുന്ന എത്ര ഫ്രീലാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യണം, എനിക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എത്ര പേര് ഓൺലൈനിൽ ഉണ്ട് എന്നുള്ളത് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ടാണ് സെർച്ച് ചെയ്യണത്. അപ്പോൾ ഓൺലൈനുള്ള ആൾക്കാർക്കാണ് പ്രയോറിറ്റി അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എനിക്ക് എപ്പോഴും കമ്പ്യൂട്ടറിൽ ഓൺലൈൻ ആക്കി ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഫൈവറിൽ. അതിൽ നമ്മൾ ഓൺലൈൻ ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ കൂടുതൽ സമയം ഇതിൽ ആക്റ്റീവ് ആയിട്ടിരിക്കാനാണ് ഇതിൽ പെട്ടെന്ന് ക്ലയന്റിന് കിട്ടാനുള്ള ഒരു ഈസി വേ. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഗിഗ്, നമ്മൾ ഉണ്ടാക്കിയിട്ട അഡ്വർടൈസ്മെന്റ് ഇടയ്ക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യുക, എന്തെങ്കിലും വേരിയേഷൻസ് വരുത്താം. അപ്പൊ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അഡ്വർടൈസ്മെന്റ് ഫ്രണ്ടിലേക്ക് കയറി വരും. അത് രണ്ടാമത്തെ ഒരു ടിപ്പാണ്. അപ്പൊ ഈ 2 ടിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി 3 monthsനുള്ളിലൊരു പിക്ക് ഓൾറെഡി ആയിട്ടുണ്ടാവും. വൺസ് ഒരു ക്ലയന്റിനെ ഞാൻ പറയുന്ന ആദ്യത്തെ ഒരു ക്ലയന്റിനെ ഏറ്റവും ലോ കോസ്റ്റിൽ ചെയ്യുക. ഒരു $5 നിങ്ങൾ ആ വർക്ക് ചെയ്ത് കൊടുക്കാം.
നിങ്ങളുടെ വർക്കിന്റെ ലെങ്ത്തും ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നതാണ്, ബേസിക് $5 ചെയ്ത് നല്ലൊരു റേറ്റിംഗ് ഉണ്ടാക്കിയെടുക്കാന്നാണ് ഫസ്റ്റത്തെ ഒരു കടമാണ്. വൺസ് റേറ്റിംഗ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോബ് നിങ്ങൾ പറയുന്ന റേറ്റിന് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആളായി കഴിഞ്ഞാൽ ഫൈവറിൽ നമുക്ക് കസ്റ്റം ഓർഡേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റം ഓർഡേഴ്സ് ഇപ്പൊ ക്ലയന്റ് നമ്മളായിട്ട് മീറ്റ് ചെയ്യണു, നമ്മൾ ഈ വർക്കിന് ഡിസൈഡ് ചെയ്യണു. അപ്പൊ നമ്മൾ പറയണേ എനിക്ക് ഇത്ര രൂപ കിട്ടിയാലാണ് നമ്മൾ ഈ പ്രൊജക്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്ര മണിക്കൂർ എനിക്ക് വർക്ക് ചെയ്യണം. അപ്പൊ ഇത്രയാണ് എന്റെ, ഞാൻ പെർ അവറിന് $270 വാങ്ങിയിട്ടുള്ള വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. $270. അത് കൂടാണ്ട് ആ ക്ലയന്റ് എനിക്ക് $250 എക്സ്ട്രാ ടിപ്പും കൂടി നിന്നിട്ടുണ്ട് ആ പ്രൊജക്ട് ചെയ്ത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാരി, നിങ്ങൾ വിശ്വസിക്കാൻ അറിയില്ല, FBI വർക്ക് ചെയ്യണത്. FBI ബാങ്ക് ഓഫ് അമേരിക്കയിലും രണ്ടിലും ഈ പുള്ളിക്കാരി ഫ്രീലാൻസറായിട്ട് അവിടെ വർക്ക് ചെയ്യണ പുള്ളിക്കാരിക്ക്. പക്ഷെ നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം വന്നു. ഇന്ത്യക്കാരില്ല, പുള്ളിക്കാരി ഈജിപ്തുകാരിയാ. അപ്പൊ പുള്ളിക്ക് നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം വന്നു. പക്ഷെ ലാപ്ടോപ്പും കാര്യങ്ങളൊന്നും അത് US നെറ്റ്വർക്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു VPN സെറ്റപ്പ് നമ്മൾ ചെയ്തു കൊടുത്തായിരുന്നു. അതിന് വേണ്ടി അപ്പൊ സക്സസ് ആയപ്പോ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടമായിട്ട് പുള്ളിക്കാരി അങ്ങനെ ഒരു പേ ഔട്ട് തന്നതാ. ഞാൻ 270 പറഞ്ഞോളൂ, പുള്ളിക്കാരി 500 എനിക്ക് അയച്ചു തന്നത്. അപ്പൊ അത് ഞാൻ 1 മണിക്കൂറത്തെ വർക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങള്, പിന്നെ പല രാജ്യത്തുള്ള ആൾക്കാരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, നമുക്കൊരു നമ്മുടെ പ്രൊഫഷണൽ ഇതിലാണെങ്കിലും പേഴ്സണൽ ഇതിലാണെങ്കിലും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. ലാംഗ്വേജ് വൈസ് ആണെങ്കിലും നമ്മൾ ഇതിലിപ്പോ ലാംഗ്വേജ് ഒത്തിരി അറിയണമെന്നൊന്നുമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അറിവുണ്ടാകാൻ വേണ്ടി. പിന്നെ എല്ലാ വർക്കിനും കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലത് ചാറ്റിംഗ് കൂടെ, മീൻസ് ഇതിൽ തന്നെ ഒരു മെസ്സേജ് ആപ്പ് ഉണ്ട്. ആ മെസ്സേജ് ആപ്പിൽ കൂടെ തന്നെ അയച്ച്, ഇപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണമെന്നില്ല. ജസ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള അറിവുണ്ടായി ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. എല്ലാത്തിനും കമ്മ്യൂണിക്കേഷൻ. പക്ഷെ നമ്മുടെ ജോലി അങ്ങനത്തെ കാരണം നമ്മൾ ചിലപ്പോൾ കോൾ ചെയ്യേണ്ടി വരും, ചിലപ്പം സൂം മീറ്റിംഗ് എടുക്കേണ്ടി വരും. അങ്ങനെയാണ്. ഇപ്പൊ നെവിൻ ബ്രോയുടെ കാര്യം പറഞ്ഞു. ഇനിയിപ്പം എന്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ചാനൽ എന്നുള്ള ഒരു പേരിനായിരുന്നു നമ്മൾ തുടങ്ങിയത്. ഇത് തുടങ്ങി കഴിഞ്ഞപ്പം അതിന്റെ ഒരു ക്രേസ് തുടങ്ങി. പിന്നെ ഇതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ ഒരിക്കലും ഒരു ഇൻകം പ്രതീക്ഷിച്ച് യൂട്യൂബിൽ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിങ്ങനെ മല്ലു ട്രാവലിൻ്റെ ആണെങ്കിലും സുജിത് ഭത്തിന്റെ ആണെങ്കിലും നമ്മൾ ഓർക്കുമ്പോൾ അവർക്കുള്ളതെല്ലാം നമുക്കുള്ള സമയമാണ് അവർക്കുള്ള പോലെ നമുക്കൊരു ഫോണുണ്ട്. ഇപ്പൊ ഗൾഫിലാണെങ്കിലും എവിടെ ചെന്നാലും വൈഫൈ ഉണ്ട്. നാട്ടിലിപ്പോൾ വൈഫൈ ഇല്ലാത്ത വീടുകളൊക്കെ വിരലിനെണ്ണാവുന്ന വീടുള്ളൂ. എൻ്റെ വീട്ടിലും വൈഫൈ ഉണ്ട്. ഈ 3 കാര്യം എനിക്കുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യണില്ല എന്നുള്ള ഒരു പ്രശ്നമുള്ളൂ. പിന്നെ ഇത് തുടങ്ങാനുള്ളവരോട് എനിക്ക് പറയാനുള്ള ഇത്, സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു സ്കൂൾ ടീച്ചറിന് അല്ലെങ്കിൽ നാട്ടിലൊരു ഗവൺമെന്റിലോ പ്രൈവറ്റ് സെക്ടറിലോ തുടക്കക്കാരന് കിട്ടുന്നതിന്റെ ഇരട്ടി വെച്ച് എനിക്ക് ചില മാസങ്ങളിൽ യൂട്യൂബിന് കിട്ടാറുണ്ട്. പിന്നെ എല്ലാം കാര്യം തുടങ്ങി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. ആദ്യത്തെ വീഡിയോ ഇടുമ്പോൾ സൗണ്ട് ഇല്ല, അപ്പോൾ സൗണ്ടിനെ പറ്റി പഠിക്കാൻ പറ്റി. ഈ യൂട്യൂബ് ചാനലും കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലേണിംഗ് ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഇത് ഒത്തിരി ആളുകളിലോട്ട് പോണതാണ്. അപ്പൊ അവര് നമ്മളോട് പറയും, എടാ നിന്റെ വിഷ്വലിന് ആ പ്രശ്നമുണ്ട്, നിന്റെ സൗണ്ട് ക്വാളിറ്റിക്ക് ഈ പ്രശ്നമുണ്ട്. നമ്മളതെല്ലാം നന്നാക്കി ഒരേ ആളുകളാണ്. എന്നാന്ന് വെച്ചാൽ അവർ പറയണത് നമ്മൾ ശരിക്കും ഉൾക്കൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഒരു ഗ്രോത്ത് ഉണ്ടായത്. പിന്നെ യൂട്യൂബ് ചാനലിൽ ഒത്തിരി സംശയങ്ങൾ. ഇപ്പം നമ്മൾ പല രാജ്യത്ത് നിൽക്കുമ്പം ഈ യൂട്യൂബിന്റെ നിയമങ്ങളിൽ വ്യത്യാസം വരും. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു കഴിഞ്ഞ 6 മാസം മുമ്പ് ഒത്തിരി യൂട്യൂബേഴ്സിന്റെ വീട്ടിൽ ടാക്സ് റൈഡും കാര്യങ്ങളെല്ലാം പോയി. അത് എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ടാക്സ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഞാനിപ്പോ UK കുറച്ച് നിയമങ്ങൾ പറയാണ്. കാരണം എനിക്ക് തോന്നുന്നത് എന്റെ ഈ വീഡിയോ UK ഇരിക്കുന്നവർ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുമാണ്, UK ശരിക്കും നമ്മൾ എപ്പോഴാണ് ടാക്സ് ഫയൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷത്തിൽ നമുക്ക് 1000 പൗണ്ടിന് മേലെ യൂട്യൂബിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് ചെയ്യണം, ടാക്സ് രജിസ്റ്റർ ചെയ്യണം. അതല്ല അതിൽ കുറവാണെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു 90 വെച്ചാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ 1000 കവന്ന് ഒരു വർഷത്തിൽ 1000 കൂടി പോയാൽ ടാക്സ് ചെയ്യണം. പിന്നെ ഈ ടാക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വലിയ പാടുള്ള പരിപാടിയൊന്നുമില്ല. ഒരു ബിസിനസ് അക്കൗണ്ട് എടുക്കണം. ആ അക്കൗണ്ട് എടുക്കാൻ നമുക്ക് തന്നെ ചിലവെന്ന് പറയുന്നത് 12 പൗണ്ടാണ് നമുക്ക് ചിലവാവുന്നുള്ളൂ. പിന്നെ ഇപ്പൊ സത്യം പറഞ്ഞാൽ പിന്നെ വീഡിയോസ് എന്ത് ഇടൂന്ന് ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ ലൈഫ് തന്നെ നമ്മളൊരു വീഡിയോസ്, പിന്നെ
ഇപ്പം എൻ്റെ അടുത്ത് നെവിൻ ബ്രോ ഇരിക്കണു. നെവിൻ ബ്രോയുടെ ഇപ്പം 4 or 5ാമത്തെ വീഡിയോ ആണ് എൻ്റെ ചാനലിൽ. പിന്നെ ആർക്ക് ജോലി കിട്ടണു അവരെ അപ്രോച്ച് ചെയ്ത് ചിലവർ വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് 20,000 രൂപ ഉണ്ടാക്കിയ ആളാണ്. ഒരൊറ്റ വീഡിയോയിൽ നിന്ന് 20,000 അല്ല 22,000 രൂപ ഉണ്ടാക്കിയ ആളാണ് ഒരൊറ്റ വീഡിയോ ആണ്. അതായത് ഞാൻ എൻ്റെ വെയർ ഹൗസിലെ ലൈഫ് സ്റ്റോറി ആളുകൾക്ക് മനസ്സിലാവണ ഭാഷയിൽ പച്ചയ്ക്ക് ഞാൻ രാവിലെ 9 മണിക്ക് പോയി ഇത് ഇന്ന പണി ചെയ്യുന്നു, സൂപ്പർവൈസറിനെ കാണാൻ പോകും, ഈ പിക്ക് ചെയ്യും ആ പിക്ക് ചെയ്യണം, പിന്നെ വൈകുന്നേരം വരും, ഒരാഴ്ചയിൽ ഇത്ര ശമ്പളം. അതായത് എൻ്റെ ഡേ ഇൻ ലൈഫ് പോലെ ഞാനൊരു വെയർ ഹൗസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അത് ഏകദേശം 200K, അതായത് ഏകദേശം 2 ലക്ഷം 2 ലക്ഷത്തിന് മേളിൽ ആളുകൾ കണ്ടപ്പം എനിക്ക് അതിൽ നിന്ന് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 222 പൗണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 22,000 രൂപ എനിക്ക് ആ ഒരു ഒറ്റ വീഡിയോന്ന് വന്നിട്ടുണ്ട്. അതുപോലെ പല വീഡിയോന്നും 17,000 വന്നിട്ടുണ്ട്, 16,000 വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ ഒന്നിച്ചിരുന്ന് പോഡ്കാസ്റ്റ് വീഡിയോ ചെയ്ത ആ ഒരു വീഡിയോന്ന് എനിക്ക് 63 പൗണ്ട്, അതായത് നാട്ടിലെ 6,300 രൂപ. ഇതിലൊന്നും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് യൂട്യൂബിലെ ടൈമാണ്. പിന്നെ നമുക്ക് കഴിവില്ല എന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കുകയുള്ളൂ. ഒരേ സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്ന ഒരേ സ്റ്റെപ്പ് എന്താണോ നമുക്കുള്ളത് അത് വെച്ച് തുടങ്ങിയാൽ മതി. ഇപ്പോ പലർക്കും ഫേസ് കാണിക്കാൻ പറ്റാത്തവർക്ക് ഫേസ്ലെസ് വീഡിയോസ് ഒത്തിരി. ഫേസ്ലെസ് വീഡിയോയുടെ ഒരു കാര്യം പറയുമ്പം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ഡോക്ടർ ടെക് എന്ന് പറഞ്ഞൊരു മൊബൈൽ ചാനലാണ്. അതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ BDS ഡോക്ടറാണ്. ഇന്നേ വരാൻ എൻ്റെ മുഖോ അവൻ ആരാന്നോ അവൻ പറഞ്ഞിട്ടില്ല. 50,000 ആൾക്കാർ കേരളത്തിൽ ഫോളോ ചെയ്യേണ്ടവനാ. അവൻ ആരാന്ന് പോലും അറിയില്ല. പക്ഷെ നമുക്കറിയാം അവൻ BDS നല്ല തിരക്കുള്ള ഡോക്ടറാ. ഒരു ഡോക്ടർ ഈ ചാനൽ വെച്ചിരിക്കണമെന്ന് അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം അങ്ങനെ കയറി വന്നൊരു ഞാനാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറയാം എനിക്ക് എൻ്റെ മുഖം കാണിക്കാൻ പറ്റില്ല, എൻ്റെ സൗണ്ട്, ഇത് ഈ ആളുകൾക്കൊരു ധാരണ ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് സൗന്ദര്യം ഇല്ലാന്നൊരു തോന്നലുള്ള ഒരാളാണ്. ഇപ്പൊ ഉണ്ടെന്നല്ലാണ്ട് ഞാൻ പറഞ്ഞു തന്നെ. പിന്നെ എൻ്റെ സൗണ്ട് കൊള്ളൂലാന്ന് അങ്ങനെയൊക്കെ പല കോംപ്ലക്സ് ഉള്ള ഒരാളാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാനിത് പറയാം, ഞാനൊരു തവണ ഈസ്റ്റ് ഹാം അമ്പലത്തിന്റെ ഫ്രണ്ടിലിരുന്ന് ഞാനൊരു വ്ളോഗ് ചെയ്തപ്പം ഞാൻ ബ്രോനെ ക്രോസ് ചെയ്ത് പോയി. എനിക്ക് ബ്രോനെ മനസ്സിലായില്ല. പക്ഷെ ബ്രോയുടെ സൗണ്ട് കേട്ടപ്പം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കണക്ഷൻസ്. പിന്നെ അതുപോലെ എനിക്കൊരു ദിവസം രാത്രി ഒമാനിന്നൊരു കോള് വന്നു. ഒമാനിന്ന് കോള് വന്നത് പുള്ളി പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, അവന് ഫുള്ള് ഡിപ്രഷനായി. അപ്പോൾ ആ പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഇതാണ്: ബ്രോ സൗണ്ട് കൊണ്ട് ഫേമസ് ആയ ഒരാളാലോ, ബ്രോയുടെ സൗണ്ട് അല്ലെങ്കിൽ ബ്രോയുടെ മോട്ടിവേഷൻ അടിപൊളിയാണ്, ഒന്ന് അവനെ വിളിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ അവൻ തിരിച്ചു പോകുന്നുള്ള സിറ്റുവേഷനിലിരിക്കാം. അപ്പൊ അതെല്ലാം നമുക്ക് ഈ ഒരു ഫ്രീലാൻസ് വർക്കിലൂടെ കിട്ടിയ ഒരു ഫേമാണ്. പിന്നെ ഇപ്പൊ ഞാൻ ഇത് കാണുന്നത് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ നിന്ന് 9 ലക്ഷം രൂപ കിട്ടി, അത്രയും ഒരു അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് മാത്രം എനിക്കൊരു 5 ലക്ഷം രൂപ കിട്ടി. ഈ കാശിന് പുറമെ ഞാൻ പോകുമ്പം എനിക്ക് പല സ്ഥലത്തും കിട്ടുന്ന അപ്രോച്ച്. ഞാൻ ഇന്ന് 16 യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ളത് പറയാലോ, ഒറ്റ സ്ഥലത്ത് മാത്രമാണ് ഞാൻ റൂം എടുത്ത് താമസിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും കണക്ഷൻ. ഞാൻ ഇവിടുന്ന് പോകുമ്പോ തന്നെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ വാട്സപ്പില് ഞാൻ ഇന്ന ദിവസം ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പം അപ്രോച്ച് ചെയ്യും. അതാണ് ഇതെല്ലാം നമുക്ക് ഈ ഫ്രീലാൻസ് വർക്കിലൂടെ കിട്ടിയതാണ്. അപ്പം നിങ്ങൾ എന്ത് കാര്യത്തിലും ഇപ്പൊ നെവിൻ ബ്രോക്ക് ആണെങ്കിലും ഇന്റർനാഷണൽ കണക്ഷൻസ് ആണ് കിട്ടിയത്. എനിക്ക് ഒത്തിരി പേര് ഇപ്പോഴും സ്റ്റിൽ കണക്ഷനിലുണ്ട്. ഞാനിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഫ്രീലാൻസ് വർക്ക് കുറച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീലാൻസ് പ്രൊജക്ട് വൈസ് ഉള്ള വർക്കുകൾ കുറച്ചിട്ട് എനിക്ക് 2 റെഗുലർ ക്ലയൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ അവരുടെ വർക്ക് മാത്രം ഞാൻ 4 hours വേണ്ടി അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും ഡെയിലി എന്ന് പറഞ്ഞാൽ അത് Monday to Friday. ഒരു ക്ലയന്റിന് എപ്പോഴാണോ ആവശ്യമുള്ള അവർ വിളിക്കും. പക്ഷെ അവർ പെർ മന്ത് എനിക്ക് റെഗുലർ ഇൻകം തരും. ഒരു ക്ലയന്റായിട്ട് ഞാൻ 5 വർഷത്തെ കണക്ഷൻ ഉണ്ട്. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഫുൾ ടൈം ഫ്രീലാൻസർ ആയിരുന്നു അയാളുടെ കമ്പനിയിൽ. അയാളൊരു എനിക്ക് അന്ന് പേ ചെയ്യുന്ന $1,400 ആയിരുന്നു അന്ന് പേ ചെയ്യുന്നത്. ഫുൾ ടൈമർ ആയിരുന്നു ഞാൻ. അത് നമ്മുടെ നാട്ടിലെ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ 1,20,000 അടുത്തൊക്കെ കഷ്ടി വരും അല്ലെ? നാട്ടിൽ തന്നെ ഒരു ഫ്രീലാൻസ് ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. ഒരു വർക്കിന് പോകാണ്ട് വീട്ടിലിരുന്ന് ലാസ്റ്റ് ആയപ്പോ ഞാൻ ലാസ്റ്റ് ശരിക്കും എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പേടിയായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും ചിലപ്പോൾ നിന്ന് പോയാലോ, നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ഞാൻ നാട്ടിലെപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ജോലി കൂടി ഒപ്പം കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒപ്പമാണ് ഞാൻ ചെയ്യുക. അപ്പൊ പുലർച്ചെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഈസി അല്ല. ഞാൻ കൂടുതലും 3:30 കഴിഞ്ഞിട്ട് US ടൈമിലാണ് വർക്ക്. അപ്പൊ 3:30 കഴിഞ്ഞിട്ട് 9 മണി വരെ ആ വർക്ക് കഴിഞ്ഞിട്ട് 9 മണിക്ക് ഞാൻ എന്റെ ജോലിക്ക് പോയിട്ടുള്ള സമയങ്ങളുണ്ട്.
ഇപ്പൊ നമുക്ക് ഡിമാൻഡായി. അപ്പോൾ ആ ക്ലയന്റ് നമുക്ക് ഏത് ടൈമിലാണോ നീ ഫ്രീ ആ ടൈമിൽ വർക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു ഓപ്പണിങ് തന്ന കാരണം ഞാനിപ്പോ അത് കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോ NHS 12 hours ഷിഫ്റ്റ് ആണ്. ആ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് 4 hours അയാൾക്ക് സ്പെൻഡ് ചെയ്യണം. അപ്പൊ അത് നമുക്കൊരു ഫ്രീ ടൈമിൽ കിട്ടുമ്പോ ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ആളുടെ ഒരു ടൈം ആദ്യം അങ്ങനെ ആയിരുന്നു, പിന്നെ അത് പറ്റാണ്ടായിട്ട് ഞാൻ റെസിഗ്നേഷൻ ഇട്ടു. ഞാൻ കണ്ടിന്യൂ ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ആളോട് പറഞ്ഞു ഇല്ല, നിനക്ക് ഇഷ്ടമുള്ള ടൈമിൽ 4 hour ഇപ്പൊ ഞാൻ സൈബർ സെക്യൂരിറ്റിയുടെ ഡിമാൻഡായി. അതെ, നമുക്ക് ഡിമാൻഡ് ആയത് എന്തുകൊണ്ടാണ് യൂസ് ആൾക്കാരാണ്. യൂസിലെ ആൾക്കാർക്ക് അറിയാം, ഇപ്പൊ പലരും യൂസ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്ര വാല്യൂ ഇല്ല. പക്ഷെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇവിടെ UK വന്നപ്പോൾ നമുക്ക് വാല്യൂ. എന്താ വെച്ചാൽ നമ്മളിപ്പോ അവിടെ എക്സിസ്റ്റിംഗ് ഫുൾ ടൈം ജോലി അതിലും ആൾക്ക് അറിയാം, അതിനേക്കാൾ കൂടുതൽ സാലറി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്ന്. അതുകൊണ്ട് ആൾക്കറിയാം നമുക്ക് ഈ ഒരു ജോബ് ഇല്ലെങ്കിലും കണ്ടിന്യൂ ചെയ്യാന്നുള്ള അറിയാം. അപ്പൊ നമുക്ക് അവിടെ ഒരു ഡിമാൻഡ് വന്നു. പിന്നെ ഞാൻ 5 years ആയിട്ട് ആളുടെ ഉള്ളൊരു ഫ്രീലാൻസറാ. അപ്പോൾ ആളുടെ ഓൾഡ് മെമ്പർ ആയ കാരണം പുള്ളി പറഞ്ഞു ഇന്ന് വിട്ടുപോലെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്കിപ്പോ ഞാൻ ആക്ച്വലി അത് ഒഴിവായി പോണേ പോട്ടെ, വേറെ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ പുള്ളി അങ്ങനെ അത് കാരണം ഞാൻ ഇപ്പൊ ഫ്രീലാൻസിങ് ഇപ്പൊ അങ്ങനെ ചെയ്യണില്ല. ഫൈവറിൽ ഇപ്പൊ ഞാൻ ടേൺ ഓഫ് ചെയ്ത് വെച്ചോക്കാം അതിന്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ ഫൈവർ പ്രൊഫൈല് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പൊ ആരും വിശ്വസിച്ചില്ല ഞാൻ ഫൈവറിൽ വർക്ക് ചെയ്യണില്ലെങ്കിൽ. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ഇതിപ്പോ നമ്മൾ ഇതിന്റെ റെസ്പോൺസ് കൊടുക്കാത്ത കാരണം പറഞ്ഞാൽ ഇതൊന്നും ഒരു ചാനലിലും ആരും ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആയിട്ട് പച്ചയ്ക്ക് സംസാരിക്കുമോ എന്നുള്ളത് അറിയില്ല. ഇതിന്റെ എല്ലാം ഞങ്ങളുടെ ഒരു ഒറ്റ മോട്ടിവേഷൻ ഉള്ളൂ, നിങ്ങൾ എങ്ങനെ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 4.9 ആണ് എന്റെ റേറ്റിംഗ് വരുന്നത്. 5 റേറ്റിംഗ് ഉള്ളത്, 4.9 ആണ്. ഇതില് 60% റെസ്പോൺസ് ടൈം. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതാണ്. എന്റെ ക്ലയന്റ് ലിസ്റ്റ് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നത്. ഞാനിത് ഓഫ് ചെയ്തിട്ടോ എന്താ അത്ര അധികം വർക്കുകൾ വരും. പക്ഷെ എല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, നമുക്ക് അറിയണത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏൺ ചെയ്തത് $1797 മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും അല്ല, ഇതിലും കൂടുതൽ ഒരു $10,000 $12,000 ഒക്കെ ഫൈവറിൽ നിന്ന് മാത്രം ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ ഔട്ട് സെറ്റിൽ ആയിരുന്നു ഇതിന്റെ. അപ്പൊ അങ്ങനെ ഇതിലിപ്പോ ആഡ് ഒക്കെ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രൊജക്ട് നമുക്ക് കിട്ടണത്. ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ ഇത് ഇപ്പൊ ഈ വെബ്സൈറ്റിൽ കയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവറിൽ തന്നെ നമുക്കൊരു ഗൈഡിങ് വീഡിയോസ് ഉണ്ട്, എങ്ങനെ ഇത് ചെയ്യും കാര്യങ്ങളെന്നൊക്കെ. അപ്പൊ നിങ്ങളത് ഫോക്കസ് ചെയ്യുക. പിന്നെ ഇതില് കൂടുതൽ ഇതിനും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ഞാൻ യൂട്യൂബിൽ ഒരു ഫ്രീലാൻസ് ചെയ്യുന്ന ഒരാളെ ഇൻസ്പയർ ചെയ്തിട്ട് വന്നിട്ടുള്ളതാ ഈ ഫൈവറില്. അതിനെ പുള്ളി മാസം 4 ലക്ഷം രൂപ ഈ ഫൈവറിൽ നിന്ന് ഉണ്ടാക്കുന്നത്. മലയാളിയാ പുള്ളി. വീഡിയോ എഡിറ്ററാ. വീഡിയോ എഡിറ്റിങ് ഗ്രാഫിക് ഡിസൈനേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്നത് ഇതില്. സത്യം പറഞ്ഞാൽ ഞാനും ഇന്നാണ് ഞാൻ ഈ ഒരു സൈറ്റിനെ പറ്റി സത്യം പറഞ്ഞാൽ ഞാനും ഒരു വീഡിയോ എഡിറ്ററാണ്. അപ്പം നമുക്കും ചെയ്യാം. പക്ഷെ നമ്മൾ ഇത്രയും നാളും അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വിഷമം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നമ്മൾ അറിഞ്ഞു, പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാതിരുന്ന അത് നമ്മുടെ മാത്രം പോരായ്മ കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ട്രൈ, നമുക്കൊന്നും നഷ്ടപ്പെടാൻ. ഞാൻ എന്താ ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം ഞാൻ ഒത്തിരി നാളായി എന്നോട് പറയണു ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മള് ഒരു ലെവലില് ഇത് എക്സ്പെരിമെന്റ് ചെയ്തത് സക്സസ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ ഒത്തിരി പേർക്ക് ഇപ്പോഴും അറിയാണ്ട് നടക്കണവരുണ്ട്. അപ്പൊ ഒത്തിരി പേരിലേക്ക് ഇത് എത്തിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ ഇതിപ്പോ ഒരു കേക്കാണ്. അത് കഴിച്ചാലും മധുരം കിട്ടുന്ന പറഞ്ഞ മാതിരി ഇത് എല്ലാവരും കഴിക്കണം എന്നാ ഞാൻ പറയാം. എന്താ വെച്ചാൽ ഇനി വരും കാലങ്ങളിൽ AI ഇൻവെൻഷനും എല്ലാം വരുമ്പോൾ നമുക്ക് ഒത്തിരി മീൻസ് ഫിസിക്കൽ വർക്കുകളും എല്ലാത്തിലും ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവോടുകൂടി കുറവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്താലാണ് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു സൈഡ് ഹസിലായിട്ട് കൂടി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാനിത് മെയിൻ ഇൻകം ആയിട്ട് കൊണ്ടു നടക്കാൻ പറയണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ജോബ് ഉണ്ടെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് ഇതും കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം. ഇപ്പൊ UK താമസിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഈവൻ റെന്റും അവരുടെ ഫുഡിന്റെ ചെലവും ഇതിൽ പോവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സേവിങ്സ് ആയില്ലേ. ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് പിന്നീട് ഒരു കുറ്റബോധം തോന്നരുത്, നമ്മളത് ചെയ്തില്ലല്ലോ എന്നുള്ള. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ആക്ച്വലി ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് 2005 ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയില്ലല്ലോ എന്ന് വെച്ചിട്ട്. വേണ്ട, ഒരു 2010 ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇന്നൊരു SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യണേ നല്ലത് ഒരു സോഷ്യൽ മീഡിയയില് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ചാനൽ ഉണ്ടാക്കാന്നാണ് സത്യം. ഇന്നിപ്പോ അബീസനോട് പറഞ്ഞത്. സത്യം, ഇന്നിപ്പോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ.
പക്ഷെ അതിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ഗ്രോത്തും ഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കണ കാശാണ്, നമ്മൾ പണിയെടുത്തിട്ടേക്കണ കാശാണ്. പക്ഷേ യൂട്യൂബ് ചാനലിന് പണി എടുക്കണ്ടെന്ന് ഞാൻ പറയണില്ല, പണിയെടുക്കണം. പക്ഷെ ഇതിൽ നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അറിവ് പറഞ്ഞു കൊടുത്താൽ അതൊരു സന്തോഷം. പിന്നെ നമ്മുടെ സന്തോഷത്തിനായിട്ട് യൂട്യൂബ് കാശും തന്നെ ഉണ്ട്. അപ്പം നമ്മൾ സന്തോഷം, മൊത്തത്തിൽ എല്ലാവരും സന്തോഷമാണ് ഈ ഫ്രീലാൻസ് വർക്ക്. നമ്മൾ ഒരു കമ്പനിയിൽ എത്ര നാൾ നമ്മൾ പണിയെടുക്കും? അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ, ഇപ്പം എൻ്റെ ചാനലിൽ ഞാനാണ് രാജാവ്, ഞാൻ എഡിറ്റ് ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ള വോയിസ് ഇടും, എനിക്ക് ഇഷ്ടമുള്ള പാട്ടിടും. പിന്നെ ഇന്നിപ്പോൾ സത്യം പറയാലോ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒന്നും ഒരിക്കലും ആഗ്രഹിക്കാത്ത എന്നേക്ക് അങ്ങനെ ഒരാൾ വിളിക്കുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ചില ഹോട്ടലുകാർ, റെസ്റ്റോറൻറ്റുകാർ എന്നെ വിളിച്ചിട്ട് ബ്രോ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഒരു ഒന്ന് ഇരുന്ന് കഴിച്ച് ബ്രോ പോകുന്നു. അപ്പോൾ ഞാനൊന്നും ഇന്നേ വരെ ഞാനൊരു ഒറ്റയ്ക്ക് ഒരാൾ കഴിച്ച് 20,000 രൂപയുടെ ബില്ലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് പോകുമ്പോൾ ഒരു ടേബിൾ നിറച്ചും എനിക്ക് ഫുഡാണ്. അതും ആ ടേബിൾ നിറച്ച് ഫുഡും ആ കടയുടെ ഓണറും ആ സൈഡിലും ഉണ്ടാവും, അതുണ്ടാക്കിയ ആളും അവിടെ ഉണ്ടാവും. എന്നിട്ട് എൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി നിൽക്കും. ഇതെല്ലാം ഈ ഫ്രീലാൻസിങ് കിട്ടിയ നമ്മൾ എത്രത്തോളം. ഇപ്പം നിങ്ങളോട് ഒരു വേറെ കാര്യം ഓപ്പണായിട്ട് പറയാം. കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ ഫുൾ ടൈം ജോബിൽ നിന്ന് വരെ പാർട്ട് ടൈം ജോബിലോട്ട്. നമ്മളൊരു സ്ഥലത്ത് പണി ചെയ്തുകൊണ്ടിരുന്നാൽ പണി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിൽ നല്ല ഗ്രോത്തോ അല്ലെങ്കിൽ നമ്മൾ അത്ര പാഷനേറ്റ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാനുള്ളത് UK-ലാണ്. പക്ഷെ UK-ൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഒരു 60% സ്റ്റുഡൻസും അവർക്കുടെ സെയിം ഫീൽഡിലല്ല ജോലിയല്ല. ഞാൻ എത്ര പേരെ ചിലവര് ഈഗോ പുറത്ത് UK-ൽ വന്നവരുണ്ട്. ഫാമിലിയിൽ എങ്ങനെയെങ്കിലും യൂറോപ്പിൽ പോയാൽ മതി, വേറെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പം നാട്ടിൽ ഇടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്ന. അതായത് ഞാൻ ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, എൻ്റെ വൈഫ് പഠിച്ച ഒരു കോളേജിലെ പ്രിൻസിപ്പാള് ഇന്നിവിടെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, അവർക്കുടെ ഫാമിലിയിൽ ഒരു പ്രസ്റ്റേജിന്റെ പ്രോബ്ലം കാരണം അവരിവിടെ വരിക. അപ്പൊ ഞങ്ങളത് കാണാൻ പോയപ്പോ ഞങ്ങൾ സാറേ എന്നാ വിളിക്കണ. പുള്ളി കെയർ ഹോം ഒരിക്കലും മോശപ്പെടുത്തിയോ കുറ്റപ്പെടുത്തിയോ പറയല്ലാണ്ട്. പക്ഷെ പുള്ളി ചിലവർ ഓപ്പൺ ആയിട്ട് പറയും. പിന്നെ എത്രയോ ഡിപ്പെൻഡൻസുകൾ ഇവിടെ വന്നു. ഇപ്പൊ വൈഫിന് ജോലി കിട്ടിയോ, അല്ലെങ്കിൽ ഇപ്പൊ വൈഫിന് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നവരുണ്ട്, അല്ലെങ്കിൽ നേഴ്സിന്റെ ഹസ്ബൻഡായിട്ട് വന്നവരുണ്ട്. അവർക്കും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യണേക്കാൾ നല്ലത് നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തിരിച്ച് നാട്ടിൽ പോയി ചെയ്യാൻ പറ്റണം, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് UK-ന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് പേടി തോന്നുന്നില്ല കാര്യം. പക്ഷെ യൂട്യൂബിന്റെ വരുമാനം യൂട്യൂബുകാർ നിർത്തിയില്ലെങ്കിൽ ഞാനിത് എന്നും ഉണ്ടാവും. ഈ വരുമാനം ഇതുപോലെ ഒരു തരാൻ റെഡിയാണെങ്കിൽ ഞാനിതിലെന്നും നിർത്താനൊന്നും പോണില്ല. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ എന്തെങ്കിലും പറയാൻ മറന്നിട്ടുണ്ടോ? ഒരു കാര്യം കൂടി പറയാൻ വേണ്ടത്, ഒരു ടിപ്സ് കൂടി ഞാൻ തരാം. ഈ ഫൈവറിൽ ഒരു പ്രൊഫൈല് ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ക്ലയൻസിനും കിട്ടണില്ല, ഒരു റേറ്റിംഗ് കിട്ടണില്ല എന്ന് വെക്കാം. അപ്പൊ നീ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിടാ, നിങ്ങളൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കിയിടാ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ ഈ പ്രൊജക്റ്റ് ടേക്ക് ചെയ്യാൻ പറയാം. ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറയാം. ഓർഡർ പ്ലേസ് ചെയ്ത് നീ കംപ്ലീറ്റ് കൊടുക്കുക. അതിനുശേഷം അവനോട് റിവ്യൂ ഇടാൻ പറയും. ഓൾവേസ് ദ റേറ്റിംഗ് കയറി ഇത് 4.9 വന്ന് റേറ്റിംഗ് നിൽക്കും. ഇതൊക്കെ ഒരു ചെറിയ ടിപ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ഹാക്സുകളാണ് ഇതിന്ന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നാളിൽ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മുടെ റെസ്പോൺസ് റേറ്റ് കുറയും. അപ്പൊ നമ്മൾ ആരെല്ലാം കൊണ്ടും അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ അപ്പനെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഒരു 3% റെസ്പോൺസ് റേറ്റ് കൂടും. ഇപ്പൊ ഈ 60% നിൽക്കുന്ന റെസ്പോൺസ് റേറ്റ് ഒരു ക്ലയന്റ് നമുക്ക് മെസ്സേജ് അയച്ചാൽ അപ്പനെ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 70-ലേക്ക് കയറും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ എല്ലാം ഇവർ റിവ്യൂ ചെയ്തോണ്ടിരിക്കും എല്ലാ മാസം. അങ്ങനെ നമുക്ക് ഓരോ ലെവലുകൾ തരും. സ്റ്റാർട്ടർ ലെവല്, ഫസ്റ്റ് ലെവല്, സെക്കൻഡ് ലെവല്, ടോപ്പ് റേറ്റഡ്. ഞാനിപ്പോഴും ഫസ്റ്റ് ലെവലിലായിട്ടുള്ളൂ. കാരണം ഞാൻ ഫസ്റ്റ് ലെവലിൽ നിന്ന് പിന്നെ ഡൗൺഗ്രേഡ് ആയി. ഞാൻ പിന്നെ അതിൽ വർക്ക് ചെയ്യാണ്ടായി. ഇപ്പൊ ഫസ്റ്റ് ലെവല് സെക്കൻഡ് ലെവലൊക്കെ ആവണമെങ്കിൽ നമ്മൾ അതിൽ വാങ്ങണ ഇൻകത്തിനനുസരിച്ച് ഒരു കണക്കുണ്ട്. ഒരു $2,000 $1,000 ആയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഇത് കിട്ടി. $2,000 ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലിലേക്ക് എത്തും. അങ്ങനെയൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യമാണെങ്കിൽ അബീസിനെ കോണ്ടാക്ട് ചെയ്യാം. അബീസ് എന്നെ കണക്ട് ചെയ്ത് തന്നോളൂ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നമ്മൾ പറയണില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ഇടണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലും കമന്റ് ഇടണം. യൂസ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്യണത് മറ്റുള്ളവർക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മൾ കൂടുതലും നമ്മുടെ ചാനലിൽ ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടണം.
അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വേറെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെറിയൊരു പോഡ്കാസ്റ്റ് ഇവിടെ നിർത്തുവാണ്. ഓക്കെ, ബൈ.